അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ മൈലാഞ്ചി അതിൻ്റെ വൃക്ഷത്തിൽ നിന്നിട്ട് ഇല പറിച്ചെടുത്ത് അതിനെ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ മിനുസം വരുത്തിയിട്ടോ ഉപയോഗിക്കലാണ് മൈലാഞ്ചി. അതിനെക്കുറിച്ച് ഫുഖഹാക്കളും ഉലമാക്കളൊക്കെ അതിലൂടെ വെള്ളം ചേരുന്നതിന് തടസ്സമായി വരുന്നില്ല, മറിച്ച് തോലിൽ അതിൻ്റെ നിറം മാത്രമാണ് പതിയുന്നത്. അതേ വിധി തന്നെയാണോ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങുന്നതായ മൈലാഞ്ചി എന്നതാണ് ചോദ്യം. അള്ളാഹു ആലം. അത് അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനോട്, അതിനെക്കുറിച്ച് വിവരമുള്ളവരോട് ചോദിക്കേണ്ടി വരും. അത് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം തടയപ്പെടുമെന്ന് അതിനെക്കുറിച്ചുള്ള വിദഗ്ധന്മാർ പറയുന്നുണ്ടെങ്കിൽ വെള്ളം തടയുക എന്നത് സംഭവിക്കുകയാണെങ്കിൽ wudu സഹിയാകുന്നതല്ല. അതുപോലെ തന്നെ കുളിയും സഹിയാകുന്നതല്ല, നിർബന്ധമായ കുളിയും സഹിയാകുന്നതല്ല. അപ്പോൾ സാധാരണ ഹെന്ന എന്ന പേരിൽ അറബിയിൽ പറയുന്നതായ മൈലാഞ്ചി, അതിനെ നാം അരച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ പൊടിച്ചിട്ടോ അതിനെ നാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ കളറ് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ, കയ്യിലോ കാലിലോ പതിയുന്നത്. ആ കളറിലൂടെ എന്ത് സംഭവിക്കുന്നില്ല, വെള്ളം തടയപ്പെടുന്നില്ല എന്നതാണ് ഫുഖഹാക്കൾ പണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചത്, നമ്മുടെ ഉലമാക്കളും ഫുഖഹാക്കളും. അതേ രൂപത്തിൽ തന്നെ വെള്ളം തോലിലേക്ക് ചേരുന്നതിനെ തടയുന്നില്ല കെമിക്കൽ മിക്സ് ചെയ്തുകൊണ്ടുള്ളതായ മൈലാഞ്ചി എങ്കിൽ വിരോധമില്ല. ഇനി അതിലൂടെ വെള്ളം ചേരുന്നതിനെ തടയുമെന്ന് അതിൻ്റെ വിദഗ്ധന്മാർ പറയുകയാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയുള്ളവരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കലാണ് ഈ വിഷയത്തിൽ ഉത്തമമായ രീതി എന്നാണ് ഞാൻ നമ്മുടെ സഹോദരൻ ചോദ്യവക്താവിനോട് ഉപദേശിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാം ചെയ്യുന്ന അമലുകളിലൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നാം അള്ളാഹുവിനെ ആരാധിക്കുന്നവരിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.